ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യമാണ്, ഷാജിയേട്ടാ ഞാൻ പോലും അറിയാതെ ഞാനൊരു അധോലോകമായി മാറിക്കഴിഞ്ഞു എന്ന് പറയുന്ന പോലൊരു ഫീലായിരുന്നു. ഒരു തവണ പൗർട്ടുമി കയറിയപ്പോൾ 2 പഞ്ഞിയും വെച്ചിട്ടാണ് ഞാൻ മൂക്കിൽ പഞ്ഞി വെച്ചിട്ടാണ് ഞാൻ കയറിയത്. കാരണം അറിയായിരുന്നു ഒന്ന് പോയാൽ പിന്നെ ശവമായിട്ട് തിരിച്ച് വരുള്ളൂ എന്നുള്ളൊരു ചിന്തയുണ്ട്. നമ്മൾ ഈ പോക്കറ്റിൽ കൈയിട്ട് കഴിഞ്ഞാൽ കൈ ഇങ്ങനെ കിടക്കിടാ വിറക്കിയായിരിക്കും. പക്ഷേ ആളുകൾ കാണുമ്പോഴത്തേക്കും ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുന്നു. അവർ ആറ്റിറ്റ്യൂഡ് കണ്ടോട്ടെ, ഞാനിവിടെ ഇങ്ങനെ താളം പിടിക്കുകയാണെന്ന് അവർക്ക് അറിയില്ലല്ലോ. ലാലേട്ടൻ ഇറങ്ങുന്ന സമയത്ത് ശ്രീരേഖയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സൈക്കോളജിസ്റ്റ് ഒക്കെ ആയിട്ട് മൈൻഡ് ഗെയിം വൃത്തിയായിട്ട് കളിക്കാൻ പറ്റിയില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. നന്നായിട്ട് ഉപയോഗിച്ചാലും അത് പ്രശ്നമാണ്, മോശമായിട്ട് ഉപയോഗിച്ചാലും രണ്ടായാലും നമ്മൾ എയറിലാണ്. ശ്രീരേഖ എന്തിനാണ് താക്കോൽ ഒളിപ്പിച്ചത്? അയ്യോ കറക്റ്റാണ്. ഫസ്റ്റ് വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ എൻ്റെ കാര്യം തീർന്നു. കാരണം എനിക്ക് അൾഷിമേഴ്സ് ആണ്. മറ്റേ തന്മാത്ര പടത്തിലെ കണ്ട പോലെ പോയി, കംപ്ലീറ്റ് പോയി. തിരിച്ചു ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ തിരിച്ചറിയില്ല, വീട്ടുകാരെ തിരിച്ചറിയില്ല. അപ്പം ഞാൻ ആ ലെവലിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് ഹേറ്റേഴ്സ് ഉണ്ടെന്നുള്ള മനസ്സിലാക്കിയാണ് ജാസ്മിൻ കളിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഈവൻ ഗബ്രി ഔട്ടായതിന് ശേഷമാണെങ്കിലും ഭയങ്കരമായിട്ട് ജാസ്മിൻ ബ്രേക്ക് ഡൗൺ ആയി കരയുകയൊക്കെ ചെയ്തെങ്കിലും ഒറ്റ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുമ്പോൾ ജാസ്മിൻ ഭയങ്കര കൂളായിട്ട് വന്നിട്ടാണ് ആൻസേഴ്സ് തന്നത്. വിൻഡോ പാടുമ്പോൾ ഞാൻ അറിഞ്ഞിട്ട് ആടുകയാണ് ഈ ജീവിത വേഷം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നില്ല, ഭയങ്കര കാഞ്ഞ ബുദ്ധിയായിട്ടോ ജിൻഡോ എന്ന് പറയും. അർജുൻ എൻ്റെ അടുത്ത് അപ്പം തന്നെ വന്നപ്പോൾ ചോദിച്ചു, ചേച്ചി അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞെങ്കിൽ എത്രയോ പേർക്ക് നിങ്ങൾ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്ത് ആളാണ്. എൻ്റെ ചെറുപേരിൽ എനിക്ക് ആ നിമിഷത്തിൽ എനിക്ക് മനസ്സിലായി ഐ ക്യാൻ സർവൈവ്. യെസ്, ഞാൻ ബാക്ക്. അപ്പോൾ എനിക്കത് പറയാൻ പറ്റിയില്ല. ഹായ്, നമസ്കാരം. ഒരുപാട് പ്രതിസന്ധികൾ മറികടന്ന് ഇപ്പോൾ ശരീരം തളർന്നു പോകുന്നൊരവസ്ഥയിൽ നിന്ന് ഇഴഞ്ഞ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ട്, അതും ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്ന അച്ഛനാണ് സംരക്ഷിച്ചതെന്ന് കേൾക്കുമ്പോൾ ശ്രീരേഖ എവിടെ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. ആ ഒരാൾ ബിഗ് ബോസിൽ ഒരു 63 ദിവസം പൂർത്തിയാക്കിയിട്ട് ദേ വന്നൊക്കെയാണ്. ഭയങ്കര ഒരു ചലഞ്ചാണ്, പക്ഷേ സന്തോഷമുള്ളൊരു കാര്യമല്ലേ? തീർച്ചയായിട്ടും. എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതൊരു വലിയ ചലഞ്ചായിരുന്നു. പിന്നെ കടന്നു വന്നതിൻ്റെ അത്രയും ചലഞ്ച് അല്ല എന്നുള്ളൊരു തോന്നലാണ് അവിടെ ഇത്രയും ദിവസം നിൽക്കാൻ തന്നെ എന്നെ പ്രേരിപ്പിച്ചത്. അത് തന്നെ വലിയ കാര്യം. അതൊരു ചെറിയ കാര്യമല്ലെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സിബിനുമായിട്ട് ചേർന്നിട്ട് അവയവദാനത്തെ സംബന്ധിച്ചൊരു സംഗതി ചെയ്തു. ആ സമയത്ത് എനിക്ക് കരച്ചിൽ പിടിച്ചു നിർത്താൻ പറ്റിയില്ല. അപ്പം ആളുകളൊക്കെ വിചാരിക്കും നമ്മൾ ചില ഘട്ടങ്ങളിൽ, ഇപ്പോൾ സീരിയൽ പോലൊരു പരിപാടിയാണെന്ന് ബിഗ് ബോസിനെ കുറിച്ച് പറയുമ്പോഴും അത് കാണുമ്പോൾ കരച്ചിൽ വരിക എന്ന് പറയുന്നത് ആൾക്കാർക്ക് ചിലർക്കൊക്കെ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് കണ്ടപ്പോൾ കരഞ്ഞുപോയി. കാരണം അത് പിടിച്ചു നിർത്താൻ പറ്റിയില്ല. എന്താ കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ അഭിനയം എന്ന് പറയുന്നത് അഭിനയമാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതല്ലേ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും സത്യത്തിൽ. അത് ഞാൻ അഭിനയിക്കാത്തപ്പോഴും അഭിനയമാണെന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. ബിഗ് ബോസിൽ അത് ചെയ്തിട്ട് വേറൊരു കാര്യം കൂടെ സംഭവിച്ചോട്ടോ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അവയവദാനത്തിൻ്റെ സമ്മതപത്രത്തിൽ ഞങ്ങൾ 9 പേര് ആ ആക്ട് കഴിഞ്ഞിട്ട് ഒപ്പിട്ട് കൊടുത്തു. അത് ലാലേട്ടനോട് പിന്നെ പറയുന്നുണ്ടായിരുന്നു തുടരണം എന്ന് പറയുന്നു. പറഞ്ഞിട്ട് അദ്ദേഹം അടുത്ത ആഴ്ച തന്നെ ആ പേപ്പേഴ്സ് നമുക്ക് തന്നിട്ട് താല്പര്യമുള്ളവർക്ക് ഒപ്പിടാം എന്ന് പറഞ്ഞു. 9 പേരാണ് അതിൽ ഞാൻ ഉൾപ്പെടെ ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ബക്കറ്റ് ലിസ്റ്റുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ അത് സാധിക്കും എന്ന് വിചാരിച്ച് നമ്മൾ ആ ആക്ട് ചെയ്തതല്ല. ആക്ട് എല്ലാവരും ടാസ്കൊക്കെ ചെയ്തിട്ട് മൈൻഡ് ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒന്ന് റിഫ്രഷ്മെൻറ്റ്, ഒരു പാട്ടോ ഡാൻസോ അല്ലെങ്കിൽ ഒരു സ്കിറ്റോ എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞത് കൊണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു സ്കിറ്റായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ കരഞ്ഞു എന്ന് പറഞ്ഞത് അതിൽ കൂടുതലൊരു എനിക്ക് സന്തോഷിക്കാൻ വേറെ ഒന്നും കിട്ടുന്നില്ല. ശരിക്കും ഈ ചില സിനിമകൾ കാണുമ്പോൾ നമ്മൾ ചില പോയിന്റ്സിലായിരിക്കും നമ്മളിത് കണക്ട് ആവുക. ഇത് പുറത്തു നിന്നാണ് ബിഗ് ബോസ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരെന്ത് ചെയ്യുന്നു, ഇവരെന്തൊക്കെ ചെയ്യണേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പെട്ടെന്ന് ഉള്ളിലേക്ക് വലിച്ചിടപ്പെട്ടു. ഞാൻ ഇത് കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കുന്നത്, അയ്യോ ഞാൻ ഈ ബിഗ് ബോസ് ഒന്നും അങ്ങനെ കാണുന്ന ആളല്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മളെ ഒരു ആർട്ടിസ്റ്റിന് എൻ്റെ ഉള്ളിലേക്ക് പിടിച്ചിടാൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ നന്നായിട്ട് ചെയ്തു കേട്ടോ. താങ്ക് യു. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇമോഷണലി എന്നെ ഇത് ചെയ്തതെന്ന് വെച്ചാൽ, സിബിൻ വാതിലിൻ്റെ അവിടെ പോയിരുന്നു. ആ സമയം വരെ എനിക്കൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ വാതിലിൻ്റെ അവിടെ പോയിരുന്നിട്ട് എനിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ പുലമ്പുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഞാൻ തന്നെയാണെന്ന് തോന്നുന്ന ഒരു സംഭവമില്ലേ, അവിടെ അത് വർക്ക് ചെയ്തു. അപ്പം എനിക്ക് വീണ്ടും സങ്കടം വന്നൊരു ഏരിയ ആയിരുന്നു. അതെ, എന്താ ഇവർ ആരും പോയിട്ട് ഇത് സിബിനോടൊന്നും ആശ്വാസവും പറയുന്നില്ലേ, സിബിൻ ഒറ്റയ്ക്ക് വിട്ടിരിക്കണം എന്നൊക്കെ പറയുന്ന ഒരു ഫീലായിരുന്നു എനിക്കുണ്ടായത്. സത്യത്തിൽ സിബിനെ ഒറ്റയ്ക്ക് വിടാൻ സിബിൻ തന്നെ ആവശ്യപ്പെട്ടിട്ട് സിബിൻ അങ്ങനെ മാറിയിരുന്നതാണ്. ഞങ്ങളെല്ലാവരും ചെല്ലുന്നുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സിബിൻ എന്നോടും സംസാരിച്ചിട്ടുണ്ടായിരുന്നു.
കുറേ നേരം എന്നോട് സംസാരിച്ചു, ചേച്ചി എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്, എനിക്കിങ്ങനെ ഒരു നിൽക്കാൻ പറ്റാത്ത പോലെ, എനിക്കങ്ങനെ കുറച്ച് മൈൻഡ് ഭയങ്കരമായിട്ട് ഡൗൺ ആണ് ചേച്ചി എന്ന് സംസാരിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് രാവിലെ ഞങ്ങൾ സംസാരിച്ചതിന് ശേഷം സിബിൻ തന്നെ പറഞ്ഞു എനിക്ക് കുറച്ച് സമയം വേണം ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിനോട് സമയം ആവശ്യപ്പെട്ടിട്ട് ബിഗ് ബോസിനെ കൊണ്ട് അനൗൺസ് ചെയ്യിപ്പിച്ചിരുന്നു. സിബിന് ഫ്രീ ആയിട്ട് മാറിയിരിക്കാൻ കുറച്ച് ടൈം കൊടുക്കണം, ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കാൻ, ആരും ചെന്ന് ശല്യം ചെയ്യരുത് എന്നൊരു അങ്ങനെ ഒരു പറച്ചിൽ അവിടെ ഉണ്ടായതിന് ശേഷമാണ് ആരും പോവാതിരുന്നത്. അപ്പോൾ അത് സിബിൻ ആവശ്യപ്പെട്ട് വാങ്ങിയൊരു ഏകാന്തത തന്നെയായിരുന്നു അവിടെ. പിന്നെ പക്ഷേ സിബിൻ ആ സമയത്ത് ഒരു റീതിങ്ക്, തിരിച്ചു വരാൻ പറ്റുമോ, മൈൻഡിനെ ഒന്ന് സ്റ്റേബിളാക്കി പിടിച്ച് നിർത്താൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് സിബിൻ തന്നെ പറഞ്ഞു. പക്ഷെ അത് അവിടെ കഴിഞ്ഞതിന് ശേഷം സിബിൻ പക്ഷെ അത് പറ്റിയില്ല. സിബിൻ ഭയങ്കരമായിട്ട് പിന്നീട് വന്നത് വേറൊരു ഇതായിട്ടാണ്. പക്ഷെ ഞങ്ങളോടൊന്നും പിന്നീട് സംസാരിച്ചില്ല. പിന്നീട് അവിടെ എന്ത് നടന്നു നമുക്കറിയില്ല. സിബിൻ നമ്മളോട് ആരോടും സംസാരിക്കാൻ നിന്നില്ല. ഡയറക്റ്റായിട്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് കൺഫെഷൻ റൂമിലേക്ക് കയറി പോവുകയാണ് ഉണ്ടായത്. പിന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുമായിരുന്നു. ശ്രീരേഖ പുറത്തു വന്നതിന് ശേഷം സിബിന് സംഭവിച്ച കാര്യങ്ങൾ സിബിൻ പറഞ്ഞതൊക്കെ കേട്ടായിരുന്നു? ഞാൻ പുറത്ത് വന്നതിന് ശേഷം ഒരു സോഷ്യൽ മീഡിയയിലും കയറിയില്ല. എൻ്റെ ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ അടിച്ചു പോയി. ഞാൻ അതിനകത്തായിരുന്നപ്പോഴേ അത് പോയായിരുന്നു. പിന്നെ ഞാൻ സോഷ്യൽ മീഡിയ പേഴ്സൺ അല്ല കേട്ടോ. ഞാൻ ശരിക്കും ഒരു സോഷ്യൽ മീഡിയ പേഴ്സൺ അല്ല. തിരിച്ച് വന്നിട്ടൊന്നും കണ്ടില്ല. ചെറിയ കുറേ ഷോർട്സ് വീഡിയോയൊക്കെ അതൊക്കെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇനി വിശദമായിട്ട് കാണണം, കാരണം ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ട് എന്നുള്ളത് പുറത്തെത്തിയപ്പോൾ അതിലുണ്ടായിരുന്ന 1-2 ഫ്രണ്ട്സിൻ്റെ അടുത്ത് അവിടെ നിന്ന് എവിക്റ്റായിപ്പോയവർ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ ഈ ദിവസങ്ങളിലാണ് ഞാൻ മാക്സിമം ഞാനൊന്ന് റിഫ്രഷ് ആവാനായിട്ടാണ് എനിക്ക് ടൈം എടുത്തത്. ഞാനൊന്ന് വന്നിട്ട് ഒന്ന് പിന്നെയും ഒന്ന് പൊരുത്തപ്പെടാൻ, ഈ മൈക്കില്ലാത്ത ജീവിതവുമായിട്ടൊക്കെ ഒന്ന് പൊരുത്തപ്പെടാം. ക്യാമറ ഇല്ലാത്തൊരു ഇല്ല, ലൈറ്റായിട്ട് മറ്റേ മൈക്കായിരുന്നല്ലോ തൂങ്ങിക്കിടക്കുന്ന, അത് നമ്മളെപ്പോഴും കറക്റ്റ് ചെയ്തിടുന്ന ഒരിതായിരുന്നു. അതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തപ്പണുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ടൊന്ന് പൊരുത്തപ്പെടാൻ 2 ദിവസം നമ്മളൊന്ന് സാവകാശം. സിബിനെ കോണ്ടാക്ട് ചെയ്തില്ല. പക്ഷെ സിബിൻ്റെ കുറേ ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും കാര്യങ്ങളും ഇൻ്റർവ്യൂസും ഉണ്ട് എന്നുള്ള രീതിയിൽ കുറച്ച് പേര് ഷോർട്സൊക്കെ അയച്ചു തന്നു. ഞാൻ കൂടുതലും കണ്ടില്ല ആ സമയം, വീട്ടിൽ വന്നതുകൊണ്ട് തന്നെ. ഇനി വേണം എനിക്ക് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിയാനായിട്ട്. കാരണം സിബിൻ അവിടെ വെച്ച് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. സിബിൻ ലാസ്റ്റ് സംസാരിച്ച വ്യക്തികളിൽ ഒരാൾ ഞാനാണ്. ഞാൻ തന്നെയാണ് സിബിനോട് പറഞ്ഞത്, സിബിൻ കുറച്ചൊക്കെ ഒന്ന് മാക്സിമം ട്രൈ ചെയ്യുക, കുറച്ചല്ല മാക്സിമം ട്രൈ ചെയ്യുക. കാരണം സിബിൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സിബിന് നല്ല വ്യക്തമായിട്ടുള്ളൊരു ധാരണയോടുകൂടി വന്ന ഒരാളാണ്. പ്രത്യേകിച്ചും ഒരു വൈൽഡ് കാർഡ് എൻട്രിയാണ്. അവിടെ അതുവരെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണയുണ്ട്. സോ സിബിന് നന്നായിട്ട് പ്ലേ ചെയ്യാൻ പറ്റും. പക്ഷെ പെട്ടെന്ന് എന്താണ് പറ്റിയത്, സിബിന് ഇത്രയും ഡൗൺ ആവാൻ എന്താണ് പറ്റിയത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. സിബിനോട് ഉള്ളിലുള്ളവർക്ക് ചോദിക്കാനായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. സിബിൻ തന്നെ ഒരു ഹീലിംഗ് ടൈം എടുക്കട്ടെ എന്നുള്ളൊരു സജഷനും ഉണ്ടായിരുന്നു. സിബിൻ്റെ ഭാഗത്ത് തന്നെയാണ് അത് വന്നതും. ഈ സിബിനൊക്കെ വന്നതിന് ശേഷം പൂജ ഉൾപ്പെടെയുള്ള ആൾക്കാർ വരുമ്പോഴാണ് നമ്മളിത് കുറച്ചുകൂടെ ഒരു ഭംഗിയായിട്ട് വരുന്നു എന്നൊക്കെ ആൾക്കാർ അഭിപ്രായം പറയുന്ന ഒരു സ്പേസിലേക്ക് വന്നു. പക്ഷെ പെട്ടെന്ന് സിബിൻ ഡൗൺ ആകുമ്പോഴത്തേക്ക് ഷോയെ അത് ബാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന രീതിയിൽ ഒരു കരുത്തുള്ള കണ്ടസ്റ്റൻ്റ് ആയിരുന്നില്ലേ സിബിൻ? നമ്മൾ ഒന്നാമത് ഷോ മൊത്തത്തിൽ ഒരു സിജോയുടെയും പ്രശ്നങ്ങളും കുറേ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേ കണ്ടസ്റ്റൻസ് പോകുന്നു. പിന്നീട് എങ്ങനെയായിരിക്കണം എന്നുള്ളതിൽ എങ്ങനെയാവും എന്നുള്ളൊരു ചിന്തയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോഴാണ് വൈൽഡ് കാർഡ് എൻട്രീസ് വന്നത്. അവരുടെ 6 പേര് വന്നവരും 6 പേര് മികച്ചവർ തന്നെയായിരുന്നു. അവിടെ ഒന്നുകിൽ അവിടെ നിൽക്കുന്നവരോ അല്ലെങ്കിൽ അവിടെ നിന്ന് പോയവരെക്കാളും ഒക്കെ കട്ടയ്ക്ക് നിൽക്കുന്ന ആളുകളാണ് അവിടെ വന്നിരുന്നത്. അപ്പോൾ സിബിനും പൂജയൊക്കെ വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പുറത്തെന്താണ് ഏതാണ് എന്നറിയുന്നതിനോടൊപ്പം തന്നെ ഇവരുടെ ഗെയിം എന്തായിരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷനും അവിടെ ഉണ്ടായി. പ്രത്യേകിച്ചും സിബിനൊക്കെ നമ്മളോട് തുറന്ന് സംസാരിച്ചിട്ടുള്ള ആളുകളാണ്. സിബിനറിയാം എന്താണ്, സിബിന് മാത്രമല്ല കേട്ടോ, അവിടെ വന്ന എല്ലാവർക്കും അറിയാമായിരുന്നു എങ്ങനെ നിൽക്കണം, ആരെ വേണം പോയിന്റ് ചെയ്യാൻ എന്നൊക്കെ. അവരത് ഓപ്പണായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. സിബിനും നന്നായിട്ട് പ്ലേ ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. ഈ ശ്വേതയും നമ്മുടെ സാബുമോനും വരുന്ന സമയത്ത് നിങ്ങളുടെ സെക്യൂരിറ്റി ആയിരുന്ന സമയത്തും ഒരു പെർഫോമൻസിനുള്ളൊരു സ്പേസ് കണ്ടുപിടിച്ചു. അപ്പോൾ ആർട്ടിസ്റ്റ് എപ്പോഴും ആർട്ടിസ്റ്റ് ആണെന്ന് പറയുന്നൊരു വാചകം അത് ശ്രീരേഖ തന്നെ പറയാറുണ്ട്. അപ്പം ആ ഒരു സ്പേസിൽ അങ്ങനെ ഒരു പെർഫോമൻസ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെയും ഒരു ചെറിയ പെർഫോമൻസ് കണ്ടുപിടിച്ചപ്പോൾ ഉണ്ടല്ലോ, നിങ്ങളോടൊരു ബഹുമാനം കൂടിയിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ എപ്പോഴും ചിന്തിക്കുന്നത് കൊണ്ടാണോ നമ്മുടെ ഭാഗത്തു നിന്നൊരു പെർഫോമൻസ് വരുന്നത്? അതുകൊണ്ടല്ല,
എനിക്ക് സ്വയം തോന്നിയിരിക്കുന്നത് ഞാൻ ഒരു ഗെയിമർ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഒരു ബി ബി മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ എന്താണ് മാറി മറിയുന്ന ജനറേഷനാണ്. ആളുകൾ പുറത്തിരിക്കുന്ന ആളുകൾക്ക് അന്ന് കളിക്കുന്ന ആൾക്കാരെക്കാളും വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് എന്താണ് ഗെയിം എന്നുള്ളത്, എങ്ങനെ ആയിരിക്കണം ഗെയിം എന്നുള്ളത്. ഒരുപക്ഷെ അകത്ത് നിൽക്കുന്നവർ കാണുന്ന ലോകമായിരിക്കില്ല പുറത്ത് നിൽക്കുന്നവർ കാണുന്നത്. നമ്മൾ സിറ്റുവേഷൻസ് അനുസരിച്ച് നമുക്ക് നമ്മളായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് റിയാക്ട് ചെയ്യാനേ, നമ്മളുടെ ഒരു ഭാഗത്തു നിന്ന് റിയാക്ട് ചെയ്യാനേ പറ്റുള്ളൂ. ഒരുപക്ഷെ മറ്റൊരാൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പോഴാണ് ഒരു ഗെയിമർ എന്നുള്ള നിലയിൽ നമ്മൾ ഡൗൺ ആവുന്നതും അപ്പ് ആവുന്നതും. എന്നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ പോലെ ഒരു ആക്ട്രസ്സാണ് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റാണ്. എല്ലായിടത്തും ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ടിൻ്റ് എപ്പോഴെങ്കിലും വരും. എനിക്ക് സത്യത്തിൽ അവർ തന്നത് ഒരു സെക്യൂരിറ്റിയുടെ വേഷമായിരുന്നു. ആ സെക്യൂരിറ്റിയുടെ വേഷം എനിക്ക് നോർമൽ ഒരു ഗെയിമർ ആണെങ്കിൽ എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ടാസ്ക് എപ്പോഴും ബി ബിയുടെ ചരിത്രത്തിലൊരു ക്ലാസിക് ഗെയിമാണ്, ക്ലാസിക് ടാസ്ക്കാണ്. മിക്കപ്പോഴും ഒക്കെ 1-2 എപ്പിസോഡുകളിൽ ഇത് വന്നിട്ടുമുണ്ട് ഈ ടാസ്ക്. അവരൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് ഈ ടാസ്ക് ഒരുവിധം അവതരിപ്പിച്ചിട്ടുമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നല്ല അഭിപ്രായങ്ങളും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു റോളിനെ, ഞാനൊരു ലേഡിയാണ്, എനിക്ക് എൻ്റെ ലിമിറ്റേഷനിൽ നിന്നൊരു സെക്യൂരിറ്റി ആവുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അപ്പോൾ അതിനെ എങ്ങനെ എൻ്റർടൈൻമെൻറ്റ് കൊണ്ടുവന്ന് അതിനെ ആക്കാം എന്ന് ഞാൻ ശരിക്കും സത്യം പറഞ്ഞാൽ തല പുകഞ്ഞ് ചിന്തിച്ചു കേട്ടോ. രാവിലെയാണ് അറിയുന്നത് സെക്യൂരിറ്റി ആണെന്ന്. അപ്പം സെക്യൂരിറ്റി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു മറ്റേ യൂണിഫോം ഇട്ട് തലയിൽ തൊപ്പിയിട്ടൊരു സെക്യൂരിറ്റി. പക്ഷേ അവർ തന്നത് എല്ലാവർക്കും ഒരേപോലുള്ള യൂണിഫോമാണ്. അവിടെയും അവർ ആ ഒരു സസ്പെൻസ് ഇട്ടു. അതിനെങ്ങനെ ബെറ്റർ ആക്കാമെന്ന് വെച്ചപ്പോഴാണ് ഈ പറയുന്ന പോലെ അതിലെ ക്യാരക്ടറുടെ പേര് ഉത്കണ്ഠാകുലൻ പിള്ള. ഞാൻ തന്നെ ഒരു ഉത്കണ്ഠാകുലൻ പിള്ള എന്നൊരു പേരൊക്കെ ഇട്ടിട്ട് അതിനെ എങ്ങനെയോ ഡെവലപ്പ് ചെയ്തു. ഉത്കണ്ഠാകുലൻ പിള്ളയ്ക്ക് ലേഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ്സാണ്. അത് ആരെ കണ്ടാലും പ്രശ്നമാണ്. അങ്ങനെ ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്ത് പിന്നെ അതിൻ്റെ ചുവട് പിടിച്ച് പിന്നെ പോകുമായിരുന്നു. ശ്വേത നല്ല അഭിപ്രായം പറഞ്ഞു. അതെ, തീർച്ചയായിട്ടും. അത് ഭയങ്കര ഒരു സന്തോഷമല്ലേ? ശ്വേത നല്ല അഭിപ്രായം. ആർട്ടിസ്റ്റിനെ ബഹുമാനിക്കാന്ന് പറയുന്നത്. അതെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യമാണ്, ഷാജിയേട്ടാ ഞാൻ പോലും അറിയാതെ ഞാനൊരു അധോലോകമായി മാറിക്കഴിഞ്ഞു എന്ന് പറയുന്ന പോലൊരു ഫീലായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് നമ്മളുടെ പ്രസൻസ് നമുക്ക് അവിടെ സ്ഥാപിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളായിരുന്നു ഇതൊക്കെ. നമ്മളുടേതായിട്ടുള്ളൊരു ഔട്ട്പുട്ട് കൊടുക്കുക. ഒരു ഗെയിമിൽ ചിലപ്പോൾ ആരും ഇത് പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. പക്ഷേ ആ ഗെയിമിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിക്കൽ ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് കൊടുക്കാൻ പറ്റുന്നത് ബെറ്റർ ആയിരിക്കും എന്ന് തോന്നിയത് കൊണ്ടാണ് അത് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ ഇതിൻ്റെ മറ്റൊരു വശം നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഗെയിം ഒരു പെർഫോമൻസ് തന്നെയാണ്. ഗെയിം ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ ശ്രീരേഖ പലപ്പോഴും ആ ബിഗ് ബോസിനെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കാതെ ഒരു ആർട്ടിസ്റ്റായിട്ട് മാറി നിന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ ശരിക്കും ബിഗ് ബോസിനെ പഠിക്കാത്തത് കൊണ്ടാണോ അവരൊക്കെ ഉണ്ടാക്കുന്നത് പോലെയുള്ള പ്രോബ്ലംസിൽ നിന്ന് ഒഴിഞ്ഞ് ഇത്തരത്തിലുള്ള ഏരിയാസിലൂടെ മാത്രം സഞ്ചരിച്ചത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം എൻ്റെ എൻട്രി കഴിഞ്ഞ് ഞാൻ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ 18 കണ്ടസ്റ്റൻസും വ്യക്തമായിട്ട് 100 ഡേയ്സിൽ പ്ലാൻ ചെയ്ത് വന്നവരായിരുന്നു. ആ വന്ന പ്ലാനിങ് ഫസ്റ്റ് ദിവസം തന്നെ പൊളിഞ്ഞത് ഡെന്നെന്നും ടണലെന്നും നെസ്റ്റ് എന്നും പറഞ്ഞ് ഗ്രൂപ്പായിട്ടാണ് നിങ്ങൾ കഴിയേണ്ടതെന്ന് പറഞ്ഞപ്പോൾ പൊളിഞ്ഞു. എങ്ങനെയോ ഞാൻ ഫസ്റ്റ് പവർ ടീമിൽ എൻട്രി ആയി. പവർ എന്ന് പറയുന്നൊരു സംഭവം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ യൂസ് ചെയ്യാം, നമുക്കത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, മിസ്യൂസ് ചെയ്യാനും പറ്റും. അവിടെയായിരുന്നു ബാക്കി ചുറ്റിപ്പറ്റി ബിഗ് ബോസ് പൊയ്ക്കൊണ്ടിരുന്നത്. ആ പവർ ടീമിലുള്ള ആളുകളെ ചുറ്റിപ്പറ്റി. പവർ ടീം എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് പവർ എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്കൊരു ഇഷ്ടക്കേട് പൊതുവെ നോർമലി വരാം. പവർ ടീമിൽ വന്നു കഴിഞ്ഞാൽ മറ്റ് ടാസ്കുകളിൽ പങ്കെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഫൈനൽ ടാസ്കിൽ മാത്രമേ പവർ ടീമിൻ്റെ ഭാഗത്തുനിന്ന് പങ്കെടുക്കാൻ പറ്റൂ. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് പവർ ടീം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഡിസഡ്വാൻറ്റേജ് ആയിരുന്നു. എനിക്ക് പുറത്തു നിന്ന് മറ്റുള്ള ടാസ്കുകളിൽ പങ്കെടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ ശ്രീരേഖയും പവർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ പവർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. രതീഷ് ഉണ്ടായിരുന്നു കണ്ടസ്റ്റൻ്റ്, അതുപോലെ തന്നെ ജിൻഡു. ഇവരൊക്കെ ആദ്യമേ ഒന്ന് വാ തുറക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. എല്ലാവരും വന്നപ്പോൾ തൊട്ട് ഇങ്ങനെ ഓടുകയായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ശീലം ഉണ്ടായിരുന്നു. എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റ്, എല്ലാ പാൻറ്റിനും ഞാൻ 2 പോക്കറ്റ് തയ്ച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ പോക്കറ്റ് കൈയിട്ട് കഴിഞ്ഞാൽ കൈ ഇങ്ങനെ കിടക്കിടാ വിറക്കിയായിരിക്കും. പക്ഷേ ആളുകൾ കാണുമ്പോഴത്തേക്കും ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുന്നു. അവർ ആറ്റിറ്റ്യൂഡ് കണ്ടോട്ടെ, ഞാനിവിടെ ഇങ്ങനെ നിന്ന് താളം പിടിക്കുകയാണെന്ന് അവർക്ക് അറിയില്ലല്ലോ. പക്ഷേ അങ്ങനെയൊക്കെ നിന്ന് വിരട്ടിയൊക്കെ അവരെ കൊണ്ട് സമ്മതിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നമ്മൾ പവർ റൂമിൽ നിന്ന് ഓർഡർ കൊടുക്കുമ്പോൾ
സത്യം പറഞ്ഞാൽ ആ ഒരാഴ്ച രതീഷ് ഉണ്ടായിരുന്ന ആ ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ ആൾക്കാരുടെ എല്ലാവരുടെയും സൗണ്ട് അങ്ങ് പോയി കിട്ടി. നമ്മളൊക്കെ ശബ്ദമില്ലായിരുന്നു, സൗണ്ട് വരുന്നില്ലായിരുന്നു. അങ്ങനെ ഇട്ട് ഞങ്ങളെ ഇട്ട് ആളുടെ ശബ്ദം പോയി. ആളിൻ്റെ ശബ്ദം പോയിട്ട് ആളിന് ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാൻ തന്നെ. ഉപ്പിട്ട് ചൂടുവെള്ളം കൊണ്ട് നീ ഇത് കുടിക്കുക, ഇനി മേലിൽ നീ ചൂടുവെള്ളം ചോദിക്കരുതെന്ന് പറഞ്ഞ് ഒരു വിധത്തിൽ കഷ്ടപ്പെട്ടാണ് ഒതുക്കി പിടിച്ചിരുന്നത്. അപ്പം അടുത്ത ആളിറങ്ങും. ശരിക്കും ഒരു സ്കൂളിൽ ഒരു ലീഡർ എങ്ങനെയാണ് പിള്ളേരെ, കുട്ടികളെ, ക്ലാസ്സിലെ ബാക്കിയുള്ള കൂട്ടുകാരെ നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞ പോലെ ആയിരുന്നു. ആ ഇടയ്ക്ക് നമുക്ക് മിസ്സായി പോയ കുറേ ടാസ്കുകളുണ്ട്. പവർ ടീമിന് പിന്നെ ഫൈനൽ ടാസ്കേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഡെയിലി ടാസ്കുകൾ, ആ ഡെയിലി ടാസ്കുകളിൽ മിസ്സാക്കാതെ ഇരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പറയുന്ന ഒരു പരാതിക്ക് ചിലപ്പോൾ ഇടം കൊടുക്കാൻ പറ്റില്ലായിരുന്നു. എനിക്കും ചിലപ്പോൾ നന്നായിട്ട് ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയേനെ. ആദ്യത്തെ ടാസ്കുകളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ടാസ്കുകൾ, നല്ല രസമുള്ള ടാസ്കുകളായിരുന്നു. പക്ഷേ ഇത്തവണ ഈ ഗ്രൂപ്പ് വന്നതുകൊണ്ട് തന്നെ മൈൻഡ് ഗെയിമുകൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അവർ പ്രത്യേകമായിട്ട് അത് പറയുകയും ചെയ്തിരുന്നു, ഇത്തവണ മൈൻഡ് ഗെയിമിനായിരിക്കും ഇമ്പോർട്ടൻസ് കൂടുതൽ. അങ്ങനെയുള്ള ടാസ്കുകളും ഒരുപാടുണ്ടായിരുന്നു നമ്മുടെ മൈൻഡ് ഗെയിമുകൾക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം പവർ ടീമിൽ വന്നതുകൊണ്ട് ഞാൻ ഒതുങ്ങിപ്പോയി എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ടാസ്കുകളിൽ വേണ്ടത്ര ഇമ്പോർട്ടൻസ് എനിക്ക് കൊടുക്കാനും പറ്റില്ല. അല്ലാതെ ഒതുങ്ങിയത് കൊണ്ടല്ല, ഒരു ആർട്ടിസ്റ്റിക് ടാലൻറ്റ് മാത്രം കാണിക്കേണ്ടി വന്നത് മറ്റ് ഗെയിംസിനെ കുറിച്ചുള്ളൊരു ധാരണയില്ലായ്മയോ ഇല്ലെങ്കിൽ അതിനകത്ത് ഇറങ്ങാനുള്ളൊരു മടിയൊക്കെ അല്ലായിരുന്നു. അല്ല, എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെയുള്ള, ഞാൻ സത്യത്തിൽ നമുക്ക് വൺസ് ഇൻ എ ലൈഫ് ടൈമാണ് ഇങ്ങനൊരു, എല്ലാവർക്കും ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടണം എന്നില്ല. നമ്മുടെ ജീവിതത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഫാമിലിക്കോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയോ കൊടുക്കുന്നതല്ലാതെയുള്ള കുറച്ച് ദിവസങ്ങൾ, 63 ഡേയ്സാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ ആ 63 ഡേയ്സ് എനിക്ക് വേണ്ടി മാത്രം ഞാൻ മാറ്റിവെക്കുന്ന ദിവസങ്ങളാണ്. എനിക്കെന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എന്തൊക്കെ ടാസ്കുകൾ ചെയ്യാൻ പറ്റും, എൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, എൻ്റെ പോസിറ്റിവിറ്റീസ് എന്തൊക്കെയാണ്, അത് എനിക്ക് അനലൈസ് ചെയ്യാൻ കിട്ടുന്ന സമയമാണ്. ആ സമയം എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത പോയതിൻ്റെ ഒരു കാരണം, ഞാൻ പവർ ടീമിലേക്ക് ഞാൻ കളിച്ച് കഷ്ടപ്പെട്ട് ജയിച്ച് അല്ലെങ്കിൽ എവിടെയെങ്കിലും ആരെങ്കിലും ഇങ്ങനെ നമ്മൾ ഗ്രൂപ്പിസത്തിലൂടെ കോണ്ടാക്ട് ചെയ്ത് എനിക്ക് പവർ ടീമിൽ കയറണം അങ്ങനെ പറഞ്ഞ് കിട്ടിയതുമല്ല. വെറുതെ വഴിയിലൂടെ പോയപ്പോൾ പവർ ടീമിൽ കയറിപ്പോ, ഇതായിരുന്നു എൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. അപ്പം ഓരോ തവണ പോകുമ്പോഴും ഇവർ പൂക്കളൊക്കെ ഇട്ട് സ്വീകരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഈശ്വര ഞാൻ പെട്ടു കേട്ടോ, ഞാൻ തീരുമാനത്തിലായി. ഒരു തവണ പവർ ടീമിൽ കയറിയപ്പോൾ 2 പഞ്ഞിയും വെച്ചിട്ടാണ് ഞാൻ, മൂക്കിൽ പഞ്ഞി വെച്ചിട്ടാണ് ഞാൻ കയറിയത്. കാരണം അറിയായിരുന്നു ഒന്ന് പോയാൽ പിന്നെ ശവമായിട്ട് തിരിച്ച് വരുള്ളൂ എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഡൈവേർട്ട് ചെയ്ത് ആർട്ടിസ്റ്റിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ്. മറ്റൊന്നും ചെയ്യാനില്ല. അല്ലെങ്കിൽ നമ്മൾ കണ്ടൻറ് ഉണ്ടാക്കാൻ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. വഴക്കുകൾ ഉണ്ടാകുമ്പോൾ ഇവർ 2 പേര് വഴക്കുകൾ ഉണ്ടാക്കുമ്പോൾ ആ വഴക്ക് എന്തിനാണെന്നും ഏതിനാണെന്നും അറിയാതെ ഞാൻ ഇടപെടാൻ പോയിട്ടില്ല. അതിനൊരറ്റവും അതിനൊരു മധ്യഭാഗവും അതിനൊരു വാൽഭാഗവും ഉണ്ടാവും. ഇതിൽ ഏതെങ്കിലും ഒരു പോർഷൻ മാത്രം കേട്ടിട്ട് ഇടപെട്ടാൽ നമ്മൾ അവിടെ വിട്ടിയാവും. കാര്യം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്ന് എല്ലായിടത്തും കയറി അഭിപ്രായം പറഞ്ഞിട്ട് പോകുന്ന ഒരാളാവും. അതിനോട് എനിക്ക് യോജിപ്പില്ലായിരുന്നു. ജാസ്മിനും റസ്മിനുമായിട്ടുള്ള അവസാനത്തെ ഇഷ്യൂ, ഗ്യാസിൻ്റെ ഇത് ഓഫ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു തല്ലെന്ന് പറയാൻ വയ്യ, പക്ഷെ അത് ഒരു ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അതിനകത്ത് സംഭവിച്ചത്. ആ സമയത്ത് അതിന് മുമ്പ് എന്തോ ഒരു വിഷയം നടന്നിട്ടാണ് നോറ ഇടപെട്ടു എന്നാണ് ജാസ്മിൻ ആരോപിക്കാൻ ശ്രമിക്കുന്നത്. ശരിക്കും അത് നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ എന്താണ് ശരിക്കും ആ ടോപ്പിക്ക്, എങ്ങനെയാണ് ജാസ്മിൻ ഇത്രയും ട്രിഗർ ചെയ്തതോ ഇല്ലെങ്കിൽ റസ്മിൻ എന്തുകൊണ്ടായിരിക്കും അത്രയും നന്നായിട്ട് റിയാക്ട് ചെയ്തത്? ഇവർ 3 പേരും ഫ്രണ്ട്സ് ആയിരുന്നു. ഈ 3 പേരുടെയും ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിലുണ്ടായിട്ടുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക് വന്നത്. അപ്പോൾ അതിൽ റസ്മിൻ എന്ന് പറയുന്ന ഒരാൾ 2 ഫ്രണ്ട്സിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരാളായിട്ട് നിൽക്കുന്ന പോലെ ഞങ്ങൾക്ക് ഇടയിൽ അവിടെ തന്നെ എല്ലാവർക്കും ഇടയിൽ ഒരു സംഭാഷണവും സംസാരമൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഹോട്ടൽ ടാസ്ക് നടക്കുന്ന സമയത്താണ് ഈ ഇഷ്യൂ ആക്ച്വലി പറയുന്നത്. അപ്പോൾ റോബോ പോയി പറയുകയും ചെയ്തു. റോബോ എല്ലാവരോടും കൃത്യമായിട്ട് 3 or 4 തവണ ആ കുട്ടി പോയി പറയുന്നുണ്ടായിരുന്നു, ജാസ്മിൻ പോയി പറയുന്നുണ്ടായിരുന്നു എല്ലാവരും വരിക എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇവർ തമ്മിലുണ്ടായിട്ടുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് ഈ റസ്മിനും ജാസ്മിനും ഇടയിൽ ഓൾറെഡി വർക്കിംഗ് ആണെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. അതുകൊണ്ടായിരിക്കാം അവിടെ എന്ത് നടന്നു എന്നല്ല, ഞങ്ങൾ ഈ ഹെൽമെറ്റ് താഴെ വീഴുന്ന, ഈ ഹാറ്റ് താഴെ വീഴുന്ന ശബ്ദം കേൾക്കുമ്പോഴാണ് എല്ലാവരും തിരിഞ്ഞു നോക്കുന്നത്. ആക്ച്വലി ആദ്യമൊക്കെ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ റസ്മിനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാം
എന്നാണ് ഫസ്റ്റ് തോട്ട് പോയത്. അപ്പോൾ അപ്പം തന്നെ ഞാൻ അങ്ങോട്ട് ചെന്നു. നിങ്ങളൊക്കെ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിക്കുന്നുണ്ടല്ലേ? അല്ല, അങ്ങനെയല്ല. ഇല്ല, അത് പിന്നെ പറയാം. അതെ അതെ. അപ്പോൾ ആ സമയത്ത് കാരണം പുള്ളിക്കാരി തിരിഞ്ഞു നിൽക്കുമായിരുന്നു, റസ്മിൻ തിരിഞ്ഞു നിൽക്കുമായിരുന്നു. ആ റസ്മിനെ ഒരുപാട് പേര് ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിച്ചു പുള്ളിക്ക് എന്തോ പറ്റി. അപ്പോൾ ജാസ്മിൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നേരെ ഞാൻ അങ്ങോട്ട് ചെന്നു. അപ്പോൾ ജാസ്മിൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെല്ലാവരും വന്നിരിക്കുക, നിങ്ങളെല്ലാവരും വന്നിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചിട്ട് ആരും ഒന്നും പറയുന്നില്ല. അപ്പോൾ റസ്മിനെ നോക്കിയപ്പോഴാണ് റസ്മിൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുന്നത് കണ്ടത്. അപ്പോഴാണ് സംഭവം ഏകദേശം ഹാറ്റ് താഴെ കിടക്കുന്നു മനസ്സിലായത്. പിന്നീട് ഇവർക്കിടയിലുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് മറ്റുള്ള നോറ കണ്ടസ്റ്റൻ്റ് അവർക്കിടയിൽ സംസാരിക്കുകയും അത് വളർത്തുകയൊക്കെ ചെയ്തു എന്നുള്ളത് അറിയുന്നത് പിന്നീടാണ്. പക്ഷെ അത് അപ്പം തന്നെ അവർ സോർട്ട് ഔട്ടും ചെയ്തിരുന്നു. അന്ന് രാത്രി അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും രണ്ടുപേരും കൈകോർത്ത് പിടിച്ച് നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് അവിടെ തീർക്ക് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിനോട്. അത് സംസാരിച്ച് തീർക്ക്, വെറുതെ ഒരു വിഷയം ആക്കണ്ടെന്ന് പറഞ്ഞ് അവർ സോൾവ് ചെയ്യുകയും ചെയ്തു. അത് ഞാൻ പറഞ്ഞുകൊണ്ടല്ല, അല്ലാതെ തന്നെ അവർ സോൾവ് ചെയ്തായിരുന്നു. ഈ മൈൻഡ് ഗെയിമിൻ്റെ കാര്യം പറയുമ്പോൾ ലാലേട്ടൻ ഇറങ്ങുന്ന സമയത്ത് ശ്രീരേഖയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സൈക്കോളജിസ്റ്റൊക്കെ ആയിട്ട് മൈൻഡ് ഗെയിം വൃത്തിയായിട്ട് കളിക്കാൻ പറ്റിയില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ചോദിച്ചു. എന്തായിരുന്നു അതിനുള്ളൊരു മറുപടി? നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ സൈക്കോളജിസ്റ്റായിട്ടോ അല്ലെങ്കിൽ വേറൊന്നും ആയിട്ടല്ല ചെല്ലുന്നത്, ഒരു ആർട്ടിസ്റ്റായിട്ടോ ഒന്നല്ല, ശരിക്കും ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് ചെല്ലുന്നത്. അവിടെ എന്തായിരിക്കും ഏതായിരിക്കും എന്നുള്ളത് അൺപ്രഡിക്റ്റബിൾ ആണ് എന്ന് വിചാരിച്ചിട്ടാണ് ചെല്ലുന്നത്. ഇത്തവണ അക്ഷരാർത്ഥത്തിൽ അൺപ്രഡിക്റ്റബിൾ തന്നെ ആയിരുന്നു. മുൻപ് ഇപ്പോൾ എത്ര പഠിച്ചു വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവിടെ ചെന്നത് വേറൊരു ലോകത്തിലേക്കാണ്. പ്രത്യേകിച്ച് ഈ 4 മുറി കണ്ടപ്പോൾ തന്നെ നമ്മളെല്ലാവരുടെയും കാറ്റുപോയി, സത്യം പറയാമല്ലോ. പിന്നെ ഒരു ബ്ലാങ്ക് ആയിരുന്നു, എന്തിനെ ചെയ്യണം, എന്ത് ചെയ്യണം. പിന്നെ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഓരോ ഗെയിമായിട്ടാണ്, സ്ട്രാറ്റജീസ് ആയിട്ടാണ് ഓരോരുത്തരും മുമ്പോട്ട് പോയത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പവർ റൂമിലേക്ക് എത്തി. പവർ റൂം എന്താണെന്ന് ആർക്കും അറിയില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് നിന്നവർക്ക് പോലും അറിയില്ല, എനിക്കും അറിയില്ല എന്താണ് പവർ റൂം. നന്നായിട്ട് ഉപയോഗിച്ചാലും അത് പ്രശ്നമാണ്, മോശമായിട്ട് ഉപയോഗിച്ചാലും രണ്ടായാലും നമ്മൾ എയറിലാണ് എന്ന് പറയുന്നത് പോലെ. പിന്നെ ഒരു മീഡിയം ലെവലിൽ നിൽക്കുക. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടാത്ത അഭിപ്രായങ്ങൾ വന്നാൽ അത് ശരിയല്ല, എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുക. ഞാനിത് മാത്രമാണ് അവിടെ ചെയ്തിട്ടുള്ളത്. പവർ റൂമിലാണെങ്കിലും ഓരോ തവണയും പവർ റൂമിൽ നിന്ന് മാറാൻ ശ്രമിക്കും, എന്നെ പിന്നെയും പിടിച്ച് പവർ റൂമിലിടും. ഇന്നാ ചേച്ചി അവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞ് തന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്ത്. എന്നെ ആരും പവർ റൂമിലിടരുത്, ഞാനൊന്ന് പോയി ഗെയിം കളിച്ചോട്ടെ എന്ന് പറഞ്ഞാലും കാര്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ നമ്മളൊരു ഗെയിമിൻ്റെ ഭാഗമാവുകയോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ബിഹേവ് ചെയ്യുകയോ ചെയ്യണമെങ്കിൽ ആ സിറ്റുവേഷനോ ആ ഗെയിമോ എന്താണെന്ന് നമ്മൾ ഓൾറെഡി അറിഞ്ഞിരിക്കണം. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ഇൻസ്റ്റൻ്റായിട്ട് പ്രതികരിക്കുന്നു, എങ്ങനെ ഇൻസ്റ്റൻ്റായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഗെയിം എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ലാൽ സാറ് ചോദിച്ചു, സൈക്കോളജിസ്റ്റ് ആയിരുന്നിട്ട് നിങ്ങൾക്കത് വെച്ച് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? അയ്യോ, അത് മനസ്സിലാക്കാനുള്ളതുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആരായി പോയേനെ. സൈക്കോളജി പഠിച്ചിട്ട് നമ്മുടെ മുമ്പിൽ ഒരാൾ വന്നിരിക്കാൻ നമ്മൾ അതനുസരിച്ച് അനലൈസ് ചെയ്യാനാണെങ്കിൽ ദൈവമേ ഇത് ഫുള്ള് സ്ട്രാറ്റജി ആണല്ലോ എന്ന് ചോദിച്ചാൽ നമുക്കൊരു ട്രസ്റ്റ് ഇഷ്യൂ വരും. അവിടെ ട്രസ്റ്റ് ഇഷ്യൂവിന് സ്ഥാനമില്ല. ട്രസ്റ്റുകൾക്ക് അവിടെ ട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ ട്രസ്റ്റും വേണ്ട, ട്രസ്റ്റ് ഇഷ്യൂവും വേണ്ട. എല്ലാവരും ഗെയിമേഴ്സാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എല്ലാവരും ഗെയിം കളിക്കുകയാണ്. ഗെയിമിന് പല പല സ്ട്രാറ്റജീസ് ഉപയോഗിക്കും. നമുക്ക് സ്ട്രാറ്റജീസ് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഞാൻ സ്വീകരിച്ചത് അതവരുടെ ഗെയിമാണ്, ലെറ്റ് ദം പ്ലേ. ഇത് എൻ്റെ ഒരു സ്ട്രാറ്റജി. അവരങ്ങനെ പ്ലേ ചെയ്താൽ ഞാൻ ഏത് രീതിയിലൂടെ പോകണം എന്ന് ചിന്തിക്കാൻ, അത് മാത്രമാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ അതായിരുന്നു എൻ്റെ ഉത്തരം. അതായിരുന്നു, ലാൽ സാർ ഞാൻ അവിടെ വന്ന് സൈക്കോളജിസ്റ്റ് ആണെന്നൊക്കെ മറന്നുപോയി എന്ന് പറഞ്ഞാൽ അത് സത്യസന്ധമായി പറഞ്ഞതാണ്. പക്ഷെ ഒടുവിൽ അമ്മയ്ക്ക് കത്തെഴുതുന്ന സമയത്ത് ഒരു കുഞ്ഞ് വേണമെന്നുള്ളൊരു അമ്മയുടെ ആവശ്യം വളരെ സെൻറ്റിമെൻ്റലായിട്ട് കത്തിനകത്ത് എഴുതിയിരുന്നു. അതായിരിക്കും ഞാൻ അവിടെ സത്യത്തിൽ എല്ലാവരെയും കുറിച്ചും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അഭിഷേക് അമ്മയ്ക്ക് ലെറ്റർ എഴുതുന്നതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത് നമുക്ക് ലെറ്റർ എഴുതാൻ കിട്ടുന്ന സമയത്ത് ഇവരെല്ലാവരും പലയിടത്തായിട്ട് ഇരിക്കുകയാണ്. എനിക്ക് കാണാം ഇവരെല്ലാവരും ഇരുന്ന് എന്താ ചിന്തിക്കുന്നത്. ചിലർ തല ചൊറിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണം, എന്തെഴുതണം ഏതെഴുതണം. ചിലർ ഭയങ്കര സ്ട്രാറ്റജിക്കലി ആലോചിക്കുന്നു. അപ്പോൾ ഞാൻ എല്ലാവരുടെയും പേര് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് പറഞ്ഞൊരു കുഞ്ഞിനെ, അത് നമ്മുടെ ലൈഫിലെ ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണല്ലോ, അത് സാക്ഷാത്കരിക്കട്ടെ. അല്ല, അതെന്തുകൊണ്ടായിരിക്കും ബിഗ് ബോസിനകത്ത് പോയി നിൽക്കുമ്പോൾ അങ്ങനെ ഒരു കത്തിൽ അത്തരം ഒരു എലമെന്റ് വരാൻ കാരണം എന്തായിരിക്കും? അത് എൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം അതാണ്. സിൻസിയറായിട്ട് എഴുതിയതാണ്. കാരണം ബാക്കിയുള്ളവരുടെയൊക്കെ കത്ത് കേട്ടില്ലേ എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ അത് ആ ഒരു എലമെൻറ്റ് ഞാൻ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്തതല്ല,
ഓട്ടോമാറ്റിക്കലി എഴുതിയപ്പോൾ അമ്മ എൻ്റെ അടുത്ത് എപ്പോഴും ആവശ്യപ്പെടുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, അമ്മയുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. പിന്നെ 2, ലൈഫിലൊരു ടേണിംഗ് പോയിൻ്റാണ് നമുക്ക് അങ്ങനെ ഒരു ഫാമിലി, അങ്ങനെ ഒരു കുഞ്ഞ്, അതൊക്കെ എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു എലമെൻ്റ് എഴുതിയത്. അല്ലാണ്ട് വേറൊന്നും അത് സെൻറ്റിമെൻറ്റ്സ് ആകും എന്ന് വിചാരിച്ച് എഴുതിയതല്ല. എൻ്റെ അമ്മയ്ക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് എഴുതിയൊരു കത്താണ് ഞാൻ. ഒരിക്കലും എഴുതിയിട്ടില്ല. അവിടെയുള്ള ആരും മിക്കവാറും എഴുതാനുള്ള ചാൻസും ഇല്ല. നമ്മുടെ അമ്മയ്ക്ക് നമ്മൾ കത്തെഴുതുന്ന കാലമല്ലല്ലോ ഇപ്പോൾ. ഒന്ന് ഫോൺ വിളിച്ചാൽ അടുത്തുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കിട്ടിയപ്പോൾ സത്യത്തിൽ വെപ്രാളമായിരുന്നു, വെകിളിയായിരുന്നു. എന്തെഴുതണം എന്നുള്ളതൊരു അഭിപ്രായം, അറിവോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ട 2 കാര്യങ്ങൾ, അതിൻ്റെ വാല്യൂ എനിക്ക് അവിടെ നിൽക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. നമുക്ക് വീട് വിട്ട് വരുമ്പോഴല്ലേ നമ്മുടെ വീട്ടിലുള്ളത് മിസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാവണേ. അങ്ങനെ എഴുതിപ്പോയതാണ്, അങ്ങനെ എഴുതിയതാണത്.